ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലമില്ലേ, ഒരു സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് വാ. സൂപ്പർ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കണ്ടാ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് എങ്ങനെയുണ്ട് കാണാനായിട്ട് കണ്ടാ. ഒരു പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മച്ചാമാരെ. അപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളും കൂടി കാണണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ സംഭവം ഇതാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതേ ഹൈദരാബാദ് റോട്ടിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഹൈദരാബാദിക്ക് ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അത്രയുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൻ്റെയും ഹൈദരാബാദിൻ്റെയും, അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കറക്റ്റായിട്ടൊന്നും പറയാൻ അറിയില്ല, ഒരു 80 കിലോമീറ്ററൊക്കെ വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കും. അങ്ങനെ എടുത്തൊരു വീഡിയോ ഉണ്ടത്. ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ മച്ചാന്മാരെ, നല്ല കഷ്ടപ്പാടുണ്ട് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇങ്ങനൊരു സ്ഥലത്തിനെ ഇതാ വെട്ടിയിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ട് അതിലൊക്കെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചതാ ഈ ഒരു അവസ്ഥ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പൈസയും ചിലവുണ്ട്, അതുപോലെ തന്നെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തോട്ടക്കാരനല്ല, ശരിക്കും ഇത് ഈ പണിതവരൊക്കെ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു പൂവൊക്കെ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല റേറ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയ്ക്കൊക്കെ ഉണ്ട് ഈ തോട്ടംകാർ ഈ പൂ മാർക്കറ്റുകൾക്കൊക്കെ ഇറക്കി കൊടുക്കുന്നത് ചെറിയ പൈസയ്ക്കാണ്. പിന്നെ അവരിങ്ങനെ മാറി ഓരോ ആളുടെ ഓരോ ആളിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റെ ലാഭമായിട്ട് പൂവിനെ നമ്മുടെ അവിടെ എത്തുമ്പോൾ നല്ല റേറ്റ് ആവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര റേറ്റ് ഒന്നുമില്ല, ചെറിയ പൈസയൊക്കെ ഉള്ളൂ കേട്ടോ. അത് കറക്റ്റായിട്ട് അത്രയൊന്നും അറിയില്ല, അത് അവിടെ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അറിയില്ല. അത് ആ കാണുന്ന വീടാണ് ഈ തോട്ടംകാരൻ്റെ വീട്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലിരിക്കാതെ മാക്സിമം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞതാ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആകെ ഒരു ജീവിതം ദൈവം തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ സുഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുക, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മൾ നിറവേറ്റുക. മനസ്സിലായില്ലേ? ആ ഒറ്റൊരു ലക്ഷ്യം മാത്രമേ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളെല്ലാവരും വന്ന് എല്ലാവരും മാക്സിമം യാത്ര ചെയ്യുക. പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ കടം മേടിച്ച് യാത്ര ചെയ്യുക. നാളെ പണിക്ക് പോകുമ്പോൾ അത് തിരിച്ചു കൊടുക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ യാത്ര ചെയ്യുക. അതുപോലത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, സംഭവം എന്തെങ്കിലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാനൊരു ഡ്രൈവർ ആയതിൽ അഭിമാനിക്കണമെന്നില്ലേ. ഇതാ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. പല നാടുകളിലൊക്കെ പോയിട്ട് നമ്മൾ പല അനുഭവങ്ങളും അതുപോലെ തന്നെ ഓരോ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വഴികളും പുതിയ ആളുകളിനെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അതാണ് ഡ്രൈവർ ആയതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കണ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതിലും വെച്ച് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇതിന് തൊട്ടപ്പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ബൈ.